സുഹൃത്തുക്കളെ, നമ്മുടെ NH66 ഒരു എക്സിറ്റ് പോയിന്റിലെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇവിടെ വെച്ചിട്ടുള്ള ബാരിയറൊക്കെ ഇടിച്ചു പൊളിച്ച് നിരപ്പാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ ഒരു പരുവത്തിലൊക്കെ ആയത് എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഈ എക്സിറ്റ് പോയിന്റിലൂടെ ഹൈവേയിലേക്ക് എൻട്രിക്ക് ശ്രമിക്കുന്ന വാഹനങ്ങളാണ് ഇതെല്ലാം ഇടിച്ച് നിരപ്പാക്കിയിട്ടുള്ളത്. ഇതേ അവസ്ഥ എൻട്രി പോയിന്റുകളിലുണ്ട്. അതിലൂടെ എക്സിറ്റിന് ശ്രമിക്കുമ്പോഴും ഇതേ അവസ്ഥ അവിടെയും സംഭവിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഹൈ സ്പീഡ് ഹൈവേയിലേക്ക് നമുക്ക് അലൗഡ് അല്ലാത്തൊരു വഴിയിലൂടെ കയറി വരുമ്പോൾ അവിടെ നടക്കാൻ സാധ്യതയുള്ളൊരു അപകടം എത്രമാത്രം വലുതായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ റീസെൻ്റായിട്ട് കുറേ ന്യൂസുകളും വീഡിയോസൊക്കെ കണ്ട് നമുക്ക് ബോധ്യപ്പെട്ടതാണ്. മുമ്പ് നമ്മളെ ട്രെയിനർ അഭിഷാദ് സാർ ഒരു വീഡിയോയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 2 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഈ ഹൈവേയിലൂടെ വണ്ടി ഓടിക്കൂ എന്നുള്ളത്. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു തമാശ രൂപേണ പറഞ്ഞത് അത്രയും സമയം ഒരു 2 വർഷത്തോളമൊക്കെ എടുക്കും നമ്മുടെ ആളുകൾക്ക് ഈ ഒരു ഹൈവേ എങ്ങനെ സേഫായിട്ട് വളരെ സുരക്ഷിതമായിട്ട് യൂസ് ചെയ്യാം, ഇതിലൂടെ എങ്ങനെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ആളുകൾ പഠിച്ചെടുക്കുമ്പോഴേക്ക് 2 വർഷത്തോളം എടുക്കും എന്നുള്ളതാണ് അദ്ദേഹം ഒരു തമാശ രൂപേണ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് തമാശയാണെങ്കിൽ പോലും അതിൽ സത്യമുണ്ട് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോസോ ഇതിന് മുമ്പ് നടന്നിട്ടുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്നോർക്കണം, ഈ റോഡിൽ നമ്മൾ മാത്രമല്ല ഉള്ളത്. ഓരോ വാഹനങ്ങളും ഈ ഹൈവേയിലൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുന്ന ഓരോ വാഹനങ്ങളിലും അതിനകത്തുള്ള ഓരോ ആളുകളിലും ഓരോ കുടുംബങ്ങളാണ്. ആ ഓരോ കുടുംബത്തിൻ്റെയും വെളിച്ചവും സന്തോഷവും ഒക്കെയാണ് അതിനകത്തുള്ള യാത്ര ചെയ്യുന്നത്. എന്തിനാണ് നമ്മളായിട്ട് അതില്ലാതാക്കുന്നത്? ഈ റോഡിൽ തന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അലൗഡ് ആയിട്ടുള്ള എൻട്രി പോയിൻറ്റുകളും എക്സിറ്റ് പോയിൻറ്റുകളൊക്കെ ഉണ്ട്. ആ ഒരു ദൂരം ചെറിയൊരു ദൂരം ഓടാൻ മടിച്ചിട്ട് നമ്മൾ ഇത്രയും അപകടകരമായ രീതിയിൽ ഈ ഹൈവേയിലേക്ക് എൻട്രി ചെയ്യാൻ ശ്രമിക്കുന്നത്, അതിനെ നമ്മൾ അശ്രദ്ധ എന്ന് പറയാൻ പറ്റില്ല. അപകടകരമായ ഒരു അവഗണന, നിയമത്തെ അവഗണിക്കുക എന്ന് തന്നെ പറയാൻ പറ്റും. അതുകൊണ്ട് റോഡിൽ പ്രത്യേകിച്ചും ഈ ഹൈവേയിൽ നമ്മൾ ഒന്നുകൂടെ റെസ്പോൺസിബിൾ ആവുക, നല്ല സുരക്ഷിതമായ വാഹനങ്ങൾ ഓടിക്കുക. അതൊരു പക്ഷേ പല കുടുംബങ്ങളിലും കണ്ണീര് വീഴുന്നത് തടയാൻ സഹായിക്കും.